ഹലോ അളിയ, സംഭവമൊക്കെ സത്യമാണ്. അവന് കാശൊക്കെ കിട്ടി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവനിവിടെ അണ്ടി പോയി അണ്ണാനെ കൂട്ടിരിക്കുന്നു. അവൻ്റെ അലമാരിയിൽ നിന്ന് കള്ളം കാശ് കൊണ്ടുപോയെന്നോ എന്തൊക്കെയോ പറഞ്ഞു. സത്യവളിയാ, ഞാൻ സത്യമായിട്ട് ഇവിടെ വന്ന് കണ്ട കാര്യമാണ്. സത്യത്തിൽ കള്ളം കൊണ്ടുപോയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേ രീതിയാണ്, എല്ലാം ഒഴിച്ച് പറിച്ചിട്ടേക്കുവാണ്. അല്ലെങ്കിൽ ടൂർ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. അതിൽ യാതൊരുവിധ മാറ്റവും. നമ്മൾ 9 പേര് പോവും. ആ, അവന് കാശ് കിട്ടിയപ്പോൾ ഇല്ലടാ നമ്മളിത് പ്ലാൻ ചെയ്ത അവനെ കൂടെ. ഇപ്പം അവനെയും ഒഴിവാക്കിയെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ എടാ, അവൻ വിളിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട. നീ കാശ് കടം ചോദിക്കാനോ എല്ലാത്തിനും ആയിരിക്കും. ആ, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കും. ഓക്കെ അളിയാ, ശരി ശരി. അച്ഛാ, ഞാൻ വീട്ടിൽ പോവാ. നീ പോവാന്നോ? ഇവിടെ നിൽക്കാൻ വേണ്ടിയല്ലേ വന്നത്? ആ, നിൽക്കാൻ വേണ്ടിയൊക്കെ തന്നെ വന്നത്. നീയല്ലേ പറഞ്ഞ പോയിട്ട് പിള്ളേരെ വിളിച്ചോണ്ട് വരണം വൈകിട്ടെന്ന്? നിൽക്കാൻ വേണ്ടി തന്നൊക്കെയാ അച്ഛാ വന്നത്. നേരത്തെയും ദാരിദ്ര്യമായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ച ആ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ മാറിയെന്ന്. ഇപ്പോഴും അത് തന്നെയല്ലേ അവസ്ഥ. പിന്നെ നിന്നിട്ട് എന്ത് കാര്യ? എന്നാ ശരി, ചെല്ല്.